ഗുഡ് ഈവനിങ് എവരിബഡി. പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? നമ്മളപ്പോൾ ഒരു യാത്ര നമ്മൾ ആരംഭിക്കുവാണ്. ഇത് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു യാത്രയല്ല, അതല്ലെങ്കിൽ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു യാത്രയല്ല. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി എത്ര ദൂരം നമുക്ക് പോകേണ്ടി വരുമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയാത്ത ഒരു യാത്ര. പക്ഷെ ആ യാത്രയുടെ അവസാനം നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വിജയമായിരിക്കണം. നമുക്ക് എന്നേക്കും ഓർമ്മ ഉള്ള ഒരു യാത്രയായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളെ പിന്തുടരുന്ന ഒരു യാത്രയായിട്ട് ഈ യാത്ര മാറണം. ഈ ജേർണി ടു CDPO എന്ന് പറയുന്ന CDPOയിലേക്കുള്ള നമ്മുടെ യാത്ര, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ കഴിയാത്തൊരു യാത്രയായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിലുള്ളൊരു പഠനം കൊണ്ട് മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയത്തുള്ളൂ എന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ യാത്രയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. കൂടെ നിങ്ങളുടെ യാത്രയ്ക്ക്, ആ യാത്രയുടെ കടിഞ്ഞാൺ തീർച്ചയായിട്ടും എൻ്റെ കയ്യിലുണ്ട്. ആ യാത്രയെ നിയന്ത്രിക്കുന്നു ഞാൻ. ആ നിയന്ത്രണം പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. എങ്കിലാണ് അതാണ് ഒരു കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കോച്ചിങ് നമ്മൾ എടുക്കുമ്പോൾ ആ കോച്ചിങ് സ്ഥാപനത്തിൽ, അത് എവിടെ ആയിക്കോട്ടെ, അവർ പറയുന്ന ആ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല ഈ യാത്രയിൽ, കൂടെ ഞാനുമുണ്ട് നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാനായിട്ട്. ഒരിക്കൽ ഒരു അച്ഛനും മകനും കൂടി ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ, ആ മരത്തിൻ്റെ ആ ചില്ല എനിക്കൊന്ന് ഒടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്കത് സാധിക്കും, നീ അത് ഒടിച്ചോളൂ എന്ന് പറഞ്ഞു. കുട്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ആ ചില്ല ഒടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുട്ടി അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഒടിക്കാൻ കഴിയുന്നില്ലല്ലോ അച്ഛ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് കഴിയും, നീ ശ്രമിച്ചാൽ നിനക്ക് കഴിയും. കുട്ടി വീണ്ടും ശ്രമിച്ചു. കുട്ടിക്ക് ആ കമ്പ് പിടി കയ്യിൽ കിട്ടി. അപ്പോൾ ആ കുട്ടി പക്ഷെ അത് ഒടിക്കാൻ ശ്രമിച്ചിട്ട് ഒടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അച്ഛനോട് കുട്ടി പറഞ്ഞു, അച്ഛ, എനിക്ക് കമ്പ് ഒടിക്കാൻ കഴിയുന്നില്ല. ആ കമ്പ് ഞാൻ പിടിച്ചു, പക്ഷെ എനിക്കത് ഒടിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ വീണ്ടും പറഞ്ഞു, നിന്റെ സർവശക്തിയും നീ ഉപയോഗിച്ച് നീ അത് ഒടിക്കടൂ, നിനക്കത് ഒടിക്കാൻ കഴിയും. കുട്ടി പല പ്രാവശ്യം പിടിച്ചത് ഒടിക്കാൻ ശ്രമിച്ചിട്ടും ആ കമ്പ് ഒടിക്കാനായിട്ട് കഴിയുന്നില്ല. അവസാനം കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛൻ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ, കാരണം ഈ കമ്പ് എനിക്ക് ഒടിക്കാൻ കഴിയുന്നില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, മകനെ, ഞാൻ നിന്നോട് പറഞ്ഞത് എന്താണ്? നിന്റെ സർവശക്തിയും നീ ഉപയോഗിച്ച് നീ അതിനെ ഒടിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. നിന്റെ ശക്തി, സർവശക്തി എന്ന് പറയുമ്പോൾ അതിലൊരു ഭാഗം ഞാനും ഇല്ലേ? നിനക്ക് എന്നോട് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല അതൊന്ന് ഒടിക്കാൻ? നീ സ്വയമായിട്ട് ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. നിന്റെ സർവശക്തിയും എടുത്ത് നീ അത് ഒടിക്കാനായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു. നിന്റെ സർവശക്തി എന്ന് പറയുമ്പോൾ അതിലൊരു ശക്തി ഞാനല്ലേ, നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലെത്തിക്കാനായിട്ടുള്ള, നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ആ ഒരു സർവശക്തി ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്യുക. അപ്പം അതാ പറയുന്നത്, നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് നിങ്ങളതിന് കൃത്യമായിട്ട് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സഫലമാകത്തുള്ളൂ. അതാണ് ഈ സർവശക്തിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളുടെ ആ ലക്ഷ്യത്തിലെത്താനായിട്ടുള്ള ഒരു ശക്തി ഞാനും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ
നിങ്ങളുടെ ആ ഇപ്പോൾ പഠിക്കുന്ന സമയത്തുള്ള സംശയങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് അനുസരിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ ഒക്കെ ഈ പറയുന്ന രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതായത് നമ്മളൊരിക്കലും തളർന്നു പോകരുത്. അതല്ലാതെ നമ്മൾ ഒരു കോച്ചിങ് എന്ന് പറയുമ്പോൾ ആ കോച്ചിങ്ങിലൂടെ വെറുതെ അങ്ങ് കടന്നു പോയതുകൊണ്ട് ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്ക് ഒരു കോച്ചിങ് കൊണ്ട് മാത്രം നമുക്ക് വെറുതെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പഠിച്ചത് കൊണ്ട് മാത്രം ആ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമുക്ക് എല്ലാ രീതിയിലും നമ്മുടെ പക്വതയും പാകതയും നമ്മൾ ആർജിക്കണം. നമുക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷം വേണം, ആരോഗ്യകരമായിട്ടുള്ളൊരു അന്തരീക്ഷം വേണം, പ്രതിസന്ധികളിൽ തളരാത്തൊരു മനസ്സ് നമുക്ക് വേണം, പഠനവും വേണം. അതിനൊരു എക്സാമ്പിളാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ വളരെ ധൃതി വെച്ചിട്ട് ഇപ്പോൾ 9 മണിക്കൊരു എക്സാം നടക്കുന്ന ഒരു ഹാളിലേക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു, സമയം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ടെൻഷൻ എങ്ങനെയാണ് വളരെയേറെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾ 9 മണിക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ ആ ബെല്ലടിച്ചു, അപ്പോഴാണ് നിങ്ങൾ ആ എക്സാം ഹാളിലേക്ക് കയറി ചെല്ലുന്നത് എങ്കിൽ നിങ്ങൾ എഴുതുന്ന ആ എക്സാം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തീർച്ചയായിട്ടും ആ ടെൻഷൻ നിങ്ങളെ, അത് സൈക്കോളജിക്കലി ആയിട്ട് പറയുന്നത് അത് നിങ്ങളെ ബാധിക്കും. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, കാരണം അത്രയും പരിഭ്രമത്തോടു കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഉദാഹരണം തെളിയിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രമല്ല, നമ്മൾ എല്ലാ രീതിയിലും നമ്മളുടെ അന്തരീക്ഷം ശരിയാകണം. നമ്മൾ എങ്ങനെയായാലും ഈ ലക്ഷ്യം നേടണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു ഘട്ടത്തിലും നമ്മൾ തളർന്നു പോകരുത്. എന്തു പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു കരുത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൂടിയിരിക്കുന്ന ഈ യാത്രയിൽ എന്നോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ പല എക്സാമുകളിലും പരാജയപ്പെട്ടവരാകാം, ഇതുവരെയും ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാത്തവരാകാം, അതല്ലെങ്കിൽ ഇടം പിടിച്ചവരാകാം, പക്ഷേ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ലഭ്യമാകാതെ സപ്ലിമെന്ററി ലിസ്റ്റിലേക്കോ മറ്റോ എത്തിപ്പെട്ടവരാകാം. അതല്ല എങ്കിൽ ടോപ്പിൽ വന്നിട്ട് പോലും നിയമനങ്ങൾ കിട്ടാത്തവരാകാം. അങ്ങനെ പല പ്രതിസന്ധികളുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഇനി നമുക്ക് ആ പ്രതിസന്ധികളെ അല്ലെങ്കിൽ ആ പ്രയാസങ്ങളെല്ലാം നമുക്ക് മറന്നുകൊണ്ട്, അതെല്ലാം ഒരു പഴങ്കഥയാക്കി മറന്നുകൊണ്ട് നമുക്ക് ഇനി പുതിയൊരു പ്രയാണമാണ് ആരംഭിക്കേണ്ടത്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് നമുക്ക് എത്തിക്കണം. അതിനുള്ളൊരു യാത്രയാണ്. എപ്പോഴും നമ്മളൊരു യാത്ര പോകുമ്പോൾ, നമ്മളിപ്പോൾ ഈ പഠനകാര്യമല്ല, അല്ലാതെ ഒരു യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ചു വരരുതേ എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ യാത്ര പോകുന്നത്? അല്ല, നമ്മളെപ്പോഴും ശുഭം ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. എന്ന് പറഞ്ഞതുപോലെ പഠനകാര്യത്തിലും നമ്മൾ ഇനി ഒരു തിരിച്ചുവരവ്, അതായത് നമ്മൾ ഒരിക്കലും ഒരു പ്രയാസത്തിലേക്കുള്ളൊരു തിരിച്ചുവരവാകരുത്, എന്തായാലും ശുഭമാകണം, എൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതായത് CDPO ആകുക എന്നുള്ളത് എൻ്റെ പ്രതീക്ഷയല്ല, മറിച്ച് അതെൻ്റെ ഒരു പ്രതിജ്ഞയാണ് എന്നുള്ളതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആ വാക്ക് ഞാൻ ഉപയോഗിച്ചത് ആ പ്രതിജ്ഞ ഉണ്ടെങ്കിലാണ്. അത് നിങ്ങൾ ഓരോരുത്തരും ആ പ്രതിജ്ഞ എടുക്കണം മനസ്സിൽ സ്വയമായിട്ട്. എനിക്കിത് നേടണം, നേടിയേ മതിയാകൂ, അതാണ് എൻ്റെ ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായുള്ള, എൻ്റെ ജീവൻ പോലെ, എൻ്റെ ശ്വാസം പോലെ, എൻ്റെ എന്ത് ആഗ്രഹം പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് CDPO ആകേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു ദൃഢപ്രതിജ്ഞയാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കേണ്ടത്. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം എത്താനായിട്ട് കഴിയത്തുള്ളൂ. ഒരിക്കൽ അച്ഛനോട് മകൻ ചോദിക്കുകയുണ്ടായി, അതായത് ഒരു കടലിൽ കൂടെ കപ്പൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ കടലിൽ നിറയെ വെള്ളമുണ്ടല്ലോ അച്ഛ, പക്ഷെ എന്തുകൊണ്ടാണ് ആ കപ്പൽ മുങ്ങിപ്പോകാത്തത് അച്ഛ എന്ന് ചോദിച്ചു. കടലിൽ നിറയെ വെള്ളമുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ ആ കപ്പൽ മുങ്ങിപ്പോകുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മകനെ, ആ കടലിലുള്ള വെള്ളത്തിൽ നിന്ന് ഒരു സ്വല്പമെങ്കിലും വെള്ളം ആ നമ്മളുടെ കപ്പലിലേക്ക് കയറി കഴിഞ്ഞാൽ ആ കപ്പൽ മുങ്ങിപ്പോകും. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥയും. നമ്മുടെ ചുറ്റും പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, സംഘർഷങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്.
അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് കടത്തി വിട്ടാൽ അവിടെ തകരുന്നത് നമ്മുടെ ജീവിതമാണ്. ജീവിതത്തിലെ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രതിസന്ധി, ദുഃഖങ്ങൾ, കാരണങ്ങൾ ഇതൊക്കെ നിരത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഒരു ദിവസത്തേക്കുള്ള ഒരു പ്രയാണത്തിലല്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ എനിക്ക് ആ ലക്ഷ്യത്തിൽ എത്തിക്കണം. അപ്പൊ അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. അത് നിങ്ങൾ ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല, തകരാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചുറ്റുപാടുമുള്ള പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നിങ്ങൾ സ്വന്തമായിട്ട് ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ കപ്പൽ തകർന്നതുപോലെ തന്നെ കാര്യങ്ങൾ ഉണ്ടാകും. അതായത് തകർന്നു പോകും. നമ്മൾ അതിലേക്ക് തന്നെ നോക്കിയിരുന്നിട്ട്, അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, എൻ്റെ കുട്ടിക്ക് സുഖമില്ലാതെ വന്നു, അല്ലെങ്കിൽ എൻ്റെ അച്ഛന് സുഖമില്ലാതെ വന്നു, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലാതെ വന്നു. ഇതിലൊന്നും സങ്കടപ്പെടണ്ട അല്ലെങ്കിൽ ദുഃഖിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതെല്ലാം ഒരു ഭാഗമായിട്ട് അതിൽ തളർന്ന് ഇരുന്നുറങ്ങാതെ നമുക്ക് അതിൽ സങ്കടം വേണ്ട സമയത്ത്, അതേപോലെ നമ്മുടെ ക്ലാസ്സുകളിൽ കൂടി നമ്മൾ നിത്യവും കടന്നു പോകണം. ഒരിക്കൽ പോലും നമ്മൾ ക്ലാസ് കേൾക്കാത്തൊരു രീതിയിലേക്ക് നമ്മൾ പോകരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളോട് തുടക്കം തന്നെ പറയുന്നത്, തുടക്കത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ റെഡിയാക്കി എടുത്താൽ മാത്രമാണ് നമുക്ക് ആ ലക്ഷ്യം ആർജിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാത്ത ഒരു മനസ്ഥിതിയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ ലക്ഷ്യത്തിനോട് അടുപ്പിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം നമ്മൾ നേടണമെങ്കിലും നമ്മുടെ ശീലങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ മാറ്റേണ്ടത്. നമ്മുടെ ശീലങ്ങൾ നമ്മൾ മാറ്റണം. നമുക്കൊരു ലക്ഷ്യം നേടാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴി അതാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണ്? നമുക്ക് വേണം ഒരു ലക്ഷ്യം നേടണമെന്നുള്ള അതിയായ ആഗ്രഹം നമുക്കുണ്ട്. പക്ഷെ ആ ആഗ്രഹം നിറവേറ്റാനായിട്ടുള്ള ഒരു മനസ്ഥിതി നമുക്കില്ല. നമ്മൾ പലപ്പോഴും തളർന്നു പോവുകയാണ്. ഒരു കുഞ്ഞിന് പോലും, ഇവിടെ കൂടിയിരിക്കുന്ന ഒരു കുഞ്ഞിന് പോലും പഠിക്കണ്ട, എനിക്കത് ലക്ഷ്യം നേടണ്ട എന്നുള്ള ആഗ്രഹമില്ല. പക്ഷേ നമ്മുടെ ശീലങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആ നമ്മുടെ ശീലങ്ങളിൽ തന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ ആണ് നമ്മൾ കൃത്യമായിട്ട് മാറ്റേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആദ്യമേ മനസ്സിലാക്കുക. ഒരിക്കലും ഒരു ക്ലാസ്സിൽ ഒരു പ്രൊഫസർ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നൊരു സർപ്രൈസ് ടെസ്റ്റ് നടത്താൻ പോവുകയാണ്, എല്ലാവരും റെഡിയായി ഇരുന്നോളൂ, ഒരു സർപ്രൈസ് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. കുട്ടികളാകെ അമ്പരന്നു. മുമ്പ് പറഞ്ഞിട്ടൊന്നുമില്ല, ആരും ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ആ പ്രൊഫസർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. കുട്ടികൾ എല്ലാവരും പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് എല്ലാവരും അമ്പരന്നു. എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒറ്റ ക്വസ്റ്റ്യൻ പോലും ഇല്ല. ഒരു വൈറ്റ് പേപ്പർ, അതിന് നടുവിലായിട്ട് ഒരു ബ്ലാക്ക് സ്പോട്ട് മാത്രം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അങ്ങനെ തന്നെ, ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ഇല്ല. കുട്ടികൾ വിചാരിച്ചു, ഇയാൾക്കെന്തോ വട്ടായി പോയോ ഈ പ്രൊഫസർക്ക്? കാരണം ഇന്നലെ വരെയും കണ്ട നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ, ഇന്നെന്താണ് ഇയാൾക്ക് പെട്ടെന്ന് ഈ പിരി ലൂസായി പോയത് എന്നോർത്ത് കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ ആൻസർ ചെയ്യൂ, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തന്നില്ലേ, നിങ്ങൾ ആൻസർ ചെയ്യൂ എന്ന് പറഞ്ഞു. കുട്ടികൾ പിന്നെയും അമ്പരന്ന് നോക്കി. അദ്ദേഹം അവസാനം പറഞ്ഞു, നിങ്ങൾ ആൻസർ ചെയ്യൂ, ഞാൻ തന്നത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യൂ. ഇത് മുഴുത്ത വട്ടാണ്, കുട്ടികൾ തീരുമാനിച്ചു. അപ്പോൾ ഓരോരുത്തരും ഏതായാലും തന്നത് വെച്ച് എഴുതാൻ പറഞ്ഞു. കുട്ടികൾ അതിൽ 100 പേരുണ്ടെങ്കിൽ ആ 100 പേരും എഴുതിയത് ആ കറുത്ത സ്പോട്ട്, അതായത് ആ വൈറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കറുത്ത സ്പോട്ട് നടുക്കുണ്ടായിരുന്നല്ലോ, ആ സ്പോട്ടിനെ കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതി. അതായത് ആ സ്പോട്ട് കറുത്തൊരു സ്പോട്ട്, നല്ല ഭംഗിയുണ്ട്, ആ സ്പോട്ട് ഈ പറയുന്ന രീതിയിൽ നമുക്ക് നെറ്റിയിൽ വെച്ചാലായിട്ട് ഉപയോഗിച്ചാൽ അത് പൊട്ടായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ച പല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല രീതികളിലും ഈ പറയുന്ന രീതിയിൽ വിശദീകരിച്ച് എഴുതാനായിട്ട് അറിയാമല്ലോ, ഗ്യാസ് അടിച്ചു കയറ്റാനായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ അങ്ങ് എഴുതി. എല്ലാവരുടെയും ആൻസർ ഷീറ്റ് വാങ്ങി നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള രചനകളെല്ലാം പ്രൊഫസർ വായിച്ചു മനസ്സിലാക്കി. അപ്പോൾ
പ്രൊഫസർ പറഞ്ഞു, എല്ലാവരും എഴുതിയിരിക്കുന്ന ആ കറുത്ത സ്പോട്ടിനെ കുറിച്ചാണ്. ഒരു കുഞ്ഞ് പോലും അതില് ഭൂരിഭാഗം ആയിട്ടുള്ള വൈറ്റ് പ്രതലത്തെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. ആ പേപ്പറിലെ കറുത്ത ആ കുഞ്ഞ് സ്പോട്ടിനെ കുറിച്ച് മാത്രമാണ് ആ 100 വിദ്യാർത്ഥികളും എഴുതിയത്. ഒരു കുഞ്ഞ് പോലും ആ വൈറ്റ് സ്പോട്ടിന് ഇപ്പുറത്തുള്ള വൈറ്റ് പ്രതലത്തെ കുറിച്ച് പറഞ്ഞില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അതാണ്. നമുക്ക് ചുറ്റും ഉള്ള കുറേ വിശാലമായിട്ടുള്ള, അത് തന്നെയാണ് ജീവിതം, നമുക്ക് ചുറ്റുമുള്ള വിശാലമായിട്ടുള്ള ആ വൈറ്റ് പ്രതലങ്ങൾ ഒത്തിരിയുണ്ട്. ഇതൊന്നും നമ്മൾ കാണാതെ നമ്മൾ കാണുന്നത് ആ നെഗറ്റീവായിട്ടുള്ള ആ കുഞ്ഞു സ്പോട്ടിലേക്ക് മാത്രമാണ് നോക്കുന്നത്. 99.9% വൈറ്റുള്ള വൈറ്റ് പേപ്പറിലെ ആ ഭാഗം ശ്രദ്ധിക്കാതെ വെറും 0.1% ഉള്ള ആ കറുപ്പിലേക്കായിരുന്നു കുട്ടികൾ ശ്രദ്ധിച്ചത്. ആ കുട്ടികളുടെ അവസ്ഥ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥ. നമുക്ക് ലക്ഷ്യം നേടാനായിട്ട് 99.9% വൈറ്റ് പ്രതലമുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നമ്മുടെ നെഗറ്റീവ് ഉയർത്തി കാണിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ നമ്മുടെ പരാജയങ്ങൾക്ക് മറ്റുള്ള അതിന്റെ കാരണങ്ങൾ കണ്ടെത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് മറ്റുള്ളവരെ പഴിചാരാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ജയിച്ചില്ല, എന്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വന്നില്ല, നമ്മൾ കണ്ടെത്തുന്നു, നമ്മൾ റീസൺ കണ്ടെത്തുന്നു. എന്താണ്? എനിക്ക് പഠിക്കാൻ സമയം ഉണ്ടായില്ല. വൈ? എന്തുകൊണ്ട്? അപ്പോൾ തന്നെ ആൻസർ വരുവാണ്, എനിക്ക് കുട്ടിയെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ വേറെ ആൾ പറയും, എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് പഠിക്കാനായിട്ട് ശരിക്കും പറ്റിയിരുന്നില്ല, എനിക്ക് ജോലി തിരക്കുണ്ടായിരുന്നു, ജോലിക്ക് പോകുന്നതുകൊണ്ടും രണ്ടും കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല, എൻ്റെ കുട്ടിയെ നോക്കാൻ ആളുണ്ടായില്ല, എനിക്ക് കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ക്ലാസ് പ്രോപ്പറായിട്ട് നോക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ഇടക്ക് വെച്ച് ക്ലാസ് നിർത്തി പോകേണ്ടി വന്നു, എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള റീസണുകൾ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതല്ലാതെ ഒരു റീസണും കണ്ടെത്താതെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള 99.9% വൈറ്റ് പ്രതലമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ്. എനിക്കും നിങ്ങൾക്കും റാങ്ക് 1ാം റാങ്കിൽ എത്തിയവർക്കും ഒക്കെ ഈ 24 മണിക്കൂറാണ്. ഈ ഓരോരുത്തരും അത് വിനിയോഗിക്കുന്ന രീതിക്കാണ് വ്യത്യാസം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് നിങ്ങളുടെ ഒരു പുതിയ പ്രയാണമാണ്. ഇതുവരെ, അതായത് എൻ്റെ കോച്ചിങ്ങിൽ പങ്കെടുക്കാത്ത ഒരു ഭൂരിഭാഗം പേരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ഒരു പുത്തൻ അനുഭവമാണ്. ഈ ഒരു കോച്ചിങ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങളൊരു പുതിയ യാത്ര ഇവിടെ ആരംഭിക്കുവാണ്. ഈ യാത്രയിൽ കൃത്യം എന്ന് വിചാരിച്ച പഴയ കുട്ടികളെ തഴഞ്ഞു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നേ. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു പുതിയ യാത്രയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. ആ പുതിയ യാത്ര എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും തളരാത്തൊരു മനസ്സിന്റെ ഉടമകളായിട്ട് ഒരു പ്രതിജ്ഞയായിട്ട് നമ്മൾ എടുക്കുന്നു. CDPO എന്നുള്ളത് ഒരു പ്രതീക്ഷയല്ല. ഞാൻ അതാകുമെന്നുള്ളൊരു പ്രതീക്ഷയല്ല, അതായിരിക്കും എന്നുള്ളൊരു പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കുന്നത്. CDPO ആയിരിക്കും. അതിനുവേണ്ടി എന്തു വേണം? കൃത്യമായിട്ട് പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകണം. തളരുമ്പോൾ, എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ പറ്റുമ്പോൾ, അതായത് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ടും, കാരണം എനിക്കറിയത്തില്ല നിങ്ങൾ ഏത് ദിക്കില് എന്തൊക്കെ അനുഭവിക്കുന്നു, എന്താണ് ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ എന്തുകൊണ്ടാണ് എക്സാം എഴുതാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്, അറിയത്തില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അഭ്യുദയകാംക്ഷി എന്നുള്ള നിലയിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ സർവശക്തി എന്ന് പറയുമ്പോൾ അതിൽ ഞാനും കൂടി കടന്നു വരും. അപ്പം അതുകൊണ്ട് പ്രതിസന്ധിയിൽ തളരുമ്പോൾ, പഠിക്കാതെ 1 ക്ലാസ് മിസ്സായി, 2 ക്ലാസ് മിസ്സായി, 3 ക്ലാസ് മിസ്സാകുമ്പോൾ നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യണം. എന്നിട്ട് ഇതിൽ നിന്ന്, അതായത് നമുക്ക് കുറച്ച് ഊർജമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ പ്രതിസന്ധികൾ നമ്മളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തായാലും, ഇപ്പോൾ നമ്മളൊരു പ്ലാന്റ് നട്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനെ സംരക്ഷിക്കുമ്പോൾ, അതിന് കൃത്യമായിട്ട് വെള്ളവും വളവും നൽകുമ്പോൾ അത് കൃത്യമായിട്ട് വളർന്ന് അത് നമുക്ക് ഫലം തരും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പഠനവും. അതായത് വെറുതെ വന്ന് എൻ്റെ കൂട്ടുകാരി ജോയിൻ ചെയ്തു, കഴിഞ്ഞ ICDSൽ എനിക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ CDPOക്ക് എനിക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല, ഈ പ്രാവശ്യം ഞാനൊരു കോച്ചിങ് എടുത്തേക്കാം, അതൊരു സ്റ്റേറ്റസിൻ്റെ ഭാഗമാക്കി എടുത്തിട്ട് ഒരു കോച്ചിങ് ഉണ്ടായി എന്ന് പറയാം, അല്ലെങ്കിൽ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി. ഇവിടെ ആരും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിന് വെള്ളവും വളവും നമുക്ക് കൃത്യമായിട്ട് കിട്ടണം.
ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾക്കെന്തോ ഭ്രാന്താണ്. കാരണം ഇന്നത്തെ അവസ്ഥകളിൽ ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. കുട്ടികൾ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് കോച്ചിങ് സെന്ററുകാരൻ അറിയേണ്ട കാര്യം എന്താണെന്നേ. അവരെ സംബന്ധിച്ചിടത്തോളം ആ പൈസ കിട്ടിയാൽ പോരെ. അതല്ലാതെ ഈ പറയുന്ന രീതിയിൽ അവരെ നന്നാക്കി, വരുന്ന കുട്ടികളെ എല്ലാവരെയും നന്നാക്കി അവരുടെ പ്രശ്നങ്ങൾ മുഴുവനും തീർത്ത് ഇയാളെന്താ ഗോഡാണോ, ദൈവമാണോ, അല്ലെങ്കിൽ ദൈവപുത്രനായിട്ട് ജനിച്ച ആളാണോ? കാരണം ഈ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ആവാഹിച്ചെടുത്തിട്ട് അവരെ നന്നാക്കിയിട്ട് സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്ന ആളാണ്. എന്ത് വട്ട ഇയാൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി, നിങ്ങൾ ഏത് ജോലി ചെയ്താലും, ഇപ്പോൾ നിങ്ങൾ CDPO നാളെ ആകും, അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നാളെ ആകുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതല്ലാതെ ആകുമോ എന്നുള്ള ആശങ്ക എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതേ രീതിയിലാണ് ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാതെ വെറുതെ ഈ ക്യാഷ് മോഹിച്ചുകൊണ്ട് അത് വാങ്ങി പൈസ പോക്കറ്റിലിട്ട് ഇനി അവർ കുറച്ച് കുട്ടികളെ കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ചു പോട്ടെ, ആരുടെയൊക്കെയോ ഭാര്യമാര്, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ മകള്, ആരുടെയൊക്കെയോ ബന്ധുക്കള് എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കട്ടെ എന്ന് ചിന്തിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇനിയൊക്കെ ധാരാളം സമയമുണ്ട് തീരുമാനത്തിലെത്താൻ. ഇത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറി ചിന്തിക്കുക, എനിക്കിതിനൊന്നും പറ്റില്ല സാറേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടി വന്ന 1 മാസം ഓടും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വെച്ചാൽ സമയം കളയണ്ട. സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. മനസ്സിലായി? ഇപ്പോൾ എന്ത് പ്രതിസന്ധിയും നമുക്ക് തളരാതെ മുന്നോട്ട് പോകണം. അതൊരു ഊർജമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട്, അതായത് എങ്ങനെയായാലും, അതായത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ ഓൺലൈനിൽ വരാൻ കഴിയുവാണെങ്കിൽ ബെറ്റർ. കാരണം വേറെ നമുക്ക് എക്സ്ട്രാ സമയത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ വീടുകളിൽ തന്നെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുക്കുക. അതായത് നമുക്ക് ഞാൻ ക്ലാസ്സുള്ളപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ക്ലാസ്സിൽ കയറാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അപ്പോൾ വീട്ടിൽ പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തീർത്തങ്ങ് വെക്കുക. കാരണം നമുക്ക് ക്ലാസ് മിക്കവാറും ഒരു 7:30 ശേഷമുള്ള സമയത്തായിരിക്കും. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് മാനേജ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ക്ലാസ് ഇല്ല. അപ്പോൾ 3 ദിവസമാണ് നമുക്ക് ക്ലാസ് ഇപ്പോൾ നിലവിലുള്ളൂ. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ക്ലാസ് ആഡ് ചെയ്ത് വരുന്നത്. കാരണം നമുക്ക് സിലബസ് കവർ ചെയ്തൊക്കെ വരേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് 5 ദിവസം ക്ലാസ്, സാറ്റർഡേ സൺഡേ അപ്പോഴും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇപ്പോൾ 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആ 3 ദിവസം നിർബന്ധമായിട്ട് എനിക്ക് ക്ലാസ്സിൽ കയറിയേ പറ്റൂ. അതിന് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളതിന് പക്വതയും പാകതയും വെക്കുമ്പോൾ, മനസ്സിൽ ആ ഒരു തീരുമാനം നിശ്ചയിക്കുമ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരും വരും. അതാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറയാം. വൈലോ കോയിലോ പറഞ്ഞതുപോലെ ഉള്ള അവസ്ഥയാണ്. അതായത് നിങ്ങൾക്ക് ആഗ്രഹം വേണം. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കണം. അതാണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്ത് എനിക്ക് എന്തായാലും 3 ദിവസം എനിക്ക് ക്ലാസ്സിൽ കയറിയേ പറ്റുള്ളൂ. 3 ദിവസമേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചിരുന്ന് ക്ലാസ്സിൽ നിന്ന് കേട്ട്, കാരണം ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എന്നിട്ട് ഈ 3 ദിവസം കഴിയുമ്പോൾ 4 ദിവസം എന്തിനാ തന്നിരിക്കുന്നത്? ഈ 3 ദിവസത്തെ ക്ലാസ് കൃത്യമായിട്ട് പഠിച്ച് എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ 4 ദിവസം തന്നിരിക്കുന്നത്. അപ്പോൾ 3 ദിവസം നമ്മൾ ക്ലാസ്സിൽ കൂടി നോട്ട്സ്, അതിന് വേണ്ടിയിട്ട് ഒരു 4 നോട്ട് ബുക്കുകൾ വാങ്ങിച്ചു വെക്കുക. സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ഹോം സയൻസിന് 4 നോട്ട് ബുക്ക് വാങ്ങിക്കുക. എന്നിട്ട് എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ ഏതാണെന്ന് വെച്ചാൽ ആ സോഷ്യൽ വർക്കാണെങ്കിൽ സോഷ്യൽ വർക്കിൻ്റെ ബുക്ക് എടുത്ത് നോട്ടുകൾ കുറിച്ചെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബുള്ളറ്റ് ടൈപ്പ് നോട്ട്സ് തയ്യാറാക്കുക. അതുപോലെ തന്നെ എൻ്റെ നോട്ട്സ് അതിന് ശേഷം വരും. നോട്ട്സ് ഈ പറയുന്ന 3 ദിവസം കഴിഞ്ഞ് ഉടൻ തന്നെ ഈ പറയുന്ന ആ ടോപ്പിക്ക് തീരുന്ന മുറക്ക് നമ്മുടെ നോട്ട് വരും. നോട്ട് വന്നു കഴിയുമ്പോൾ ആ നോട്ട് ഒന്നുകൂടി ഒന്ന് വായിച്ച് നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ നോട്ട്സ് കൂടിയായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ സൺഡേകളിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ 3 ദിവസം പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. 3 ദിവസം പഠിച്ചത് എന്താണോ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിർബന്ധമായിട്ടും അത് ചെയ്യണം. അതിലൊരു എക്സ്ക്യൂസും നിങ്ങൾക്ക് ആർക്കും പറയാനില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ എക്സ്ക്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് ഇവിടെ സുല്ലിടാം, ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് എത്ര പഠിച്ചു എന്നുള്ളതല്ല, നമുക്ക് എത്രമാത്രം അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു. ടൈം മാനേജ്മെന്റ് ഇതെല്ലാം ഒരു ഫാക്ടറാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു റാങ്ക് ഹോൾഡർ ആണെന്ന് വിചാരിക്കും. പക്ഷേ PSC എക്സാമിൽ ശോഭിക്കാൻ ഉള്ള എത്രയോ കുട്ടികളെ എനിക്കറിയാം. അവർക്ക് കഴിയുന്നില്ല.
പക്ഷെ അക്കാഡമിക് തലത്തിലുള്ളൊരു എക്സാം പോലെയല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ. അവിടെ ടൈമിന് അപ്പോൾ അതിലും അക്കാഡമിക് തലത്തിൽ ടൈമിന് പ്രാധാന്യം ഇല്ലെന്ന് ചോദിക്കും. അതുപോലെയല്ല ഇത്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതിനാണ് അവിടെ മാർക്ക് വീഴുന്നത്. അപ്പൊ നമുക്കവിടെ പഠനം എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിൽ കൃത്യമായിട്ട് എഴുതി നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും നമ്മളിങ്ങനെ മാടി മാടി വിളിക്കും. എന്താ അത് ശരിയാ, ഈ പറയുന്ന അത് ശരിയാണ് ഇത് ശരിയാണെന്ന് പറഞ്ഞ് മനസ്സിങ്ങനെ മാടി മാടി വിളിക്കും. അപ്പൊ നമ്മുടെ ഏറ്റവും യോജിച്ചത് വേണം തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ അവിടെ പോയിരിക്കും, നമ്മൾ നോക്കുമ്പോഴത്തേക്കും പഠിച്ചവരായിരിക്കും. അതായത് നമ്മുടെ അല്പജ്ഞാനം ആപത്ത് എന്ന് പറയുന്നത് പോലെയാണ്. എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞ് അവിടെ ചെല്ലും. അവിടെ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാം ശരിയാണെന്ന് ഒന്ന് ശരിയാക്കി മാർക്ക് ചെയ്തൊക്കെ പോരും. വീട്ടിലെത്തിക്കഴിഞ്ഞ് ആൻസർ കീ വരുമ്പോഴാണ് അയ്യോ പകുതിയിലധികം തെറ്റാണ്, നെഗറ്റീവ് കൂടി നിൽക്കുന്നു, പോസിറ്റീവ് കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ പഠിക്കാഞ്ഞിട്ടാണോ? ഇല്ല, നമ്മൾ അവിടെ അത് കൈകാര്യം ചെയ്ത രീതിക്കാണ് വ്യത്യാസം. മനസ്സിലായി? അതല്ലാതെ പണ്ടത്തെ കാലം പോലെ അത്ര ഇത്ര തവളാച്ചി ചുക്കുമരിക്കണ ചിളാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നമുക്കൊന്നും ഈ പറഞ്ഞ രീതിയിൽ ആൻസർ ഓപ്ഷൻ തിരഞ്ഞെടുത്തൊന്നും എഴുതാൻ പറ്റില്ല. പണ്ടത്തെ കാലമൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ പഠിക്കാതെ നമുക്ക് എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പം അതിനെന്ത് വേണം? ഈ എക്സ്പീരിയൻസ് വേണം. നമ്മൾ കൃത്യമായിട്ട് അത് പരിശീലനം കിട്ടിയാലാണ് നമുക്ക് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ടും ചെയ്യണം. അതല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു ബോർഡ് സാറേ ഇന്ന് ഞാൻ 2 ദിവസം കഴിഞ്ഞ് എഴുതാട്ടോ സാറേ, കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിന് സുഖമില്ല, അല്ലെങ്കിൽ സാറേ ഞാൻ എഴുതുന്നില്ല, എനിക്ക് വയറുവേദനയായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു എക്സ്ക്യൂസും നിങ്ങൾ പറയരുത്. കാരണം ആ എക്സ്ക്യൂസ് നിങ്ങളുടെ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ തോൽവിയെയാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിജയത്തിലേക്കല്ല പോകുന്നത്. നിങ്ങൾ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന തോൽവിക്കാരുടെ കൂട്ടത്തിലാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ നമുക്ക് വേണ്ടത് ജയിക്കുന്നവരുടെ ഗ്രൂപ്പാണ്, ജയിക്കുന്നവരുടേതായിട്ടുള്ള ഒരു മനസ്ഥിതിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മുമ്പിൽ കാര്യകാരണങ്ങളൊന്നുമില്ല, പറയുന്നത് അതേപോലെ അനുസരിച്ചുകൊണ്ട്. അപ്പോൾ ചോദിക്കും ഒട്ടും പറ്റാതെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന, അതൊക്കെ റീസൺസ് ആണ്. മനസ്സിലായോ? എന്ന് വിചാരിച്ചിട്ട് എഴുതാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒന്നും അയക്കരുത് നിങ്ങൾ. അതുപോലെ ഇത് എക്സാം ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഞാൻ ടൈം ഇട്ടിട്ടുണ്ടാവും. അതായത് ഇത്ര മിനിറ്റ്, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കീയും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം സമയം തരും. ആ 3 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ദിവസം നിങ്ങൾ ചെയ്താൽ മതി. അത് ചെയ്യേണ്ടത് നിങ്ങൾ ബഹളം പിടിച്ച് ചെറിയ കുഞ്ഞുങ്ങളുള്ളവരെ തൊട്ടിലിട്ട് താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് കറുപ്പിച്ച്, പിന്നെ കിച്ചണിൽ എന്തെങ്കിലും ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്തിരുന്ന് കറുപ്പിച്ച്, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം, അതായത് ഇപ്പോൾ ഒരു 35 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന 23 മിനിറ്റ് അല്ലെങ്കിൽ 24 മിനിറ്റ് കറക്റ്റായിട്ടുള്ള മിനിറ്റ്സ് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും. അത്രയും സമയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എപ്പോൾ കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് സ്ത്രീജനങ്ങളായതുകൊണ്ട് ചിലപ്പോൾ പുലർച്ചെയായിരിക്കും കൂടുതൽ പേർക്കും കിട്ടുന്നത്. അതല്ലെങ്കിൽ പാതിരാത്രിയായിരിക്കും, അർദ്ധരാത്രിയായിരിക്കും കിട്ടുന്നത്. കാരണം ബാക്കിയുള്ള ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാലല്ലേ വീട്ടിൽ കുറേ ജോലികളുണ്ടാവും. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, പിന്നെ കുട്ടികളുള്ളവരാണെങ്കിൽ പിന്നെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ആ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ തൊഴിൽ വാർത്തയുടെയൊക്കെ കൂടെ ഈ ബബ്ലിംഗ് ഷീറ്റ് ഉണ്ടാവും. അത് നിങ്ങൾ ഒരു തൊഴിൽ വീതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഷീറ്റ് ഉണ്ടാവും, അതിൻ്റെ കുറേ ഫോട്ടോ കോപ്പി, അതായത് ഒരു നമുക്ക് ആവശ്യമുണ്ട് ഒരു 50 എണ്ണോ ഒരു 30 എണ്ണോ ഒക്കെ എടുത്തു വെക്കുക. അതിൽ ഓരോന്നിനും നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എക്സാം എഴുതുന്ന അതേ രീതിയിൽ തന്നെ. ഇപ്പം നിങ്ങൾ ഒരു കുട്ടിക്ക് കിട്ടുന്ന സമയം പുലർച്ചെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 4 മണിക്ക് റെഡിയായി, അല്ലെങ്കിൽ 5 മണിക്കാണ് കിട്ടുന്നതെങ്കിൽ 5 മണിക്ക് റെഡിയായി നമുക്ക് ഈ 26 നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എത്ര മണിക്കൂർ വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് 5 മണിക്കാണെങ്കിൽ എന്നിട്ട് നമ്മൾ എക്സാം ഇടുന്ന അതേ മാതൃകയിൽ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ അറിയാൻ വയ്യാത്തത് എഴുതരുത്, നെഗറ്റീവ് വരുത്താതിരിക്കാൻ നോക്കുക. എന്നിട്ട് അത് ചെയ്ത് എത്ര മാർക്ക് കിട്ടിയെന്ന് എൻ്റെ ആൻസർ കീയിലും വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും. കാരണം എങ്ങനെയാണ് ഈ എക്സാം എന്നുള്ളത്.
എന്നിട്ട് അതിൻ്റെ ആ മാർക്ക് നിങ്ങൾ ഗ്രൂപ്പിലിടണം. അപ്പോൾ നിങ്ങളുടെ മാർക്ക് കണ്ടിട്ട് മറ്റുള്ളവർക്ക് അയ്യോ എൻ്റെ മാർക്ക് 0 ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ ഒരു മാർക്ക്, ആ കുട്ടി എന്ത് വിചാരിക്കും? ആ കുട്ടിയല്ല നിങ്ങൾക്ക് ചിലവിന് തരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നാണക്കേടും മാനക്കേടും ഒന്നും നമ്മൾ വിചാരിക്കേണ്ട. കാരണം എല്ലാവരും പഠിക്കുവാണ്. നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന മാർക്ക് 100-ൽ 100 മാർക്കാണ്. നിങ്ങൾക്ക് 0 മാർക്കിൻ്റെ ഉടമസ്ഥയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരുന്നത് 100 മാർക്കാണ്. കാരണം ഒരു അധ്യാപകൻ പറഞ്ഞു, എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ, പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് 100-ൽ 100 മാർക്കാണ് തരുന്നത്. നമ്മൾ ചെറിയ കുട്ടികൾ വീഴും എഴുന്നേൽക്കും അങ്ങനെയാണ്. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഓരോരുത്തരും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നപ്പോൾ ഇതുപോലെ ഓടിച്ചാടി നടക്കുകയോ ഇതുപോലെ ഇരുന്ന് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇല്ല, നമ്മൾ വീഴുന്നു എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു കോച്ചിങ്ങിലാണ്. കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താ? പരിശീലനം. ആ പരിശീലനത്തിൽ നമ്മളെ സകല തടവുകളെല്ലാം നമ്മൾ പഠിക്കുവാണ്. അപ്പോൾ നമുക്ക് ആദ്യം 0 കിട്ടും, ചിലപ്പോൾ 1 മാർക്ക് കിട്ടും, ചിലപ്പോൾ 10 മാർക്ക് കിട്ടും. അതിലൊന്നൊരു കുറവല്ല. അതിൽ നിന്ന് നമുക്ക് കയറിപ്പോരണം. നിങ്ങൾ അവസാന ഫൈനൽ എക്സാം കേരള PSCയുടെ എക്സാമിലല്ലല്ലോ നിങ്ങൾക്ക് കിട്ടിയത് 0 മാർക്ക്. നിങ്ങളിവിടെ പഠിക്കാൻ വന്നിരിക്കുവാണ്. ഇവിടെ നാണക്കേടിൻ്റെയോ മാനക്കേടിൻ്റെയോ കാര്യമില്ല. എനിക്ക് നിങ്ങളെ കൈ ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ മാർക്ക് എനിക്കറിയണം. അതിൽ നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക് എത്രയാണ്, എത്ര അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് നിങ്ങളോട് സംസാരിച്ചിട്ട് എടോ താൻ ആ നെഗറ്റീവ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 1-2 എക്സാം ആകുമ്പോൾ തൻ്റെ ആ പോക്ക്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം എന്ന് ഞാൻ വിനീതമായിട്ട് ഉണർത്തുകയാണ്. അതേപോലെ ഈസി ഗോയിങ് എന്ന് പറയുന്ന പരിപാടി ഉപേക്ഷിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ശീലങ്ങൾ മാറ്റണം. എന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം പലരുടെയും ശീലങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു ചുളുവിൽ ഒരു ജോലി ലഭ്യമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലടോ ഇപ്പോൾ. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ല. പഠിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ് കേൾക്കണം. ഓൺലൈനിലാണെങ്കിൽ ഓൺലൈനിൽ, റെക്കോർഡഡ് റെക്കോർഡഡ്. എന്നിട്ട് നോട്ട്സ് നിങ്ങൾ ചെറുതായിട്ടൊന്ന് കുറിക്കണം. എൻ്റെ നോട്ട്സ് വരുമ്പോൾ അത് വായിക്കണം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിലെത്താൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് ചെയ്താൽ റാങ്ക് ലിസ്റ്റിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഫസ്റ്റ് റാങ്ക്, അതേപോലെ തന്നെ CDPO സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫസ്റ്റ് റാങ്ക്, ഇതുൾപ്പെടെ ഇപ്പോൾ അടുത്ത പ്രിൻസിപ്പൽ, ഈ അടുത്ത് വന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ പ്രിൻസിപ്പൽ കൗൺസിലർ, അപ്പോൾ അതിൽ ആ കുട്ടിക്ക് ഞാനിപ്പോൾ ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സൗമ്യ മധുകുമാർ എന്ന് പറയുന്നൊരു കുട്ടി. അപ്പോൾ ആകെ 13 പേരുള്ളൂ. അതിൽ ആ കുട്ടി നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ വളരെ സൂപ്പറായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പോൾ ഫാമിലി കൗൺസിലിങ്ങിൽ എക്സ്പീരിയൻസും ഉണ്ട് ആ കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടിയുടെ കഥ കൂടി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനിവിടെ പറയുവാണ്. ആ കുട്ടി ആദ്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ എൻ്റെ കോച്ചിങ് എടുത്ത കുട്ടിയാണ്. എന്നിട്ട് ആ കുട്ടിക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, സപ്ലിയിലായിപ്പോയി കഴിഞ്ഞ പ്രാവശ്യം. എന്നിട്ട് ഈ പ്രാവശ്യം ഈ ദിവസം എണ്ണിയിരിക്കുമായിരുന്നു ഈ പുതിയ ഒരു വിജ്ഞാപനം വരാൻ വേണ്ടിയിട്ട്. പ്രിൻസിപ്പൽ കൗൺസിലറുടെ വന്നു കഴിഞ്ഞ് ഉടൻ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു. മനസ്സിലായോ? അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതാണെന്ന് തോന്നുന്നു, അതുമാണ് ഞാൻ വിശദീകരിച്ച് അതിലേക്ക് കടക്കാത്തത്. അപ്പോൾ അതെന്താണ്? ആ ഒരു സ്പാർക്ക്, ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട് ആ കുട്ടി ആ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ ഒരു രീതിയിൽ ഇതെൻ്റെ ലക്ഷ്യമാണ്. നമ്മളൊരു തസ്തികയ്ക്ക് പഠിക്കുമ്പോൾ നമ്മൾ സ്വയം ആ തസ്തികയിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണം. ഞാൻ CDPO ആണ്, അല്ലെങ്കിൽ ഞാൻ ICDS സൂപ്പർവൈസറാണ്, അല്ലെങ്കിൽ ഞാൻ വെൽഫെയർ ഓഫീസറാണ് എന്നുള്ളൊരു ധാരണയിലായാണ് നമ്മൾ നടക്കേണ്ടതും ഇരിക്കേണ്ടതും ഓടേണ്ടതും ചാടേണ്ടതും ഒക്കെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു സൈക്കോളജിക്കലി ആയിട്ടുള്ളൊരു സമീപനമാണ്. അപ്പോൾ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കും. ഒരു CDPO. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ കൂടി ഇതാണ് കടന്നു പോകുന്നത്, CDPO. അപ്പോൾ നമുക്ക് വെറുതെ സമയങ്ങൾ അലസന്മാരെ പോലെ ചിലവാക്കാൻ കഴിയത്തില്ല. ഇത്തിരി സമയം കിട്ടിയാൽ നമ്മളങ്ങ് പഠിക്കും. ഈ സമയത്ത് നമ്മൾക്ക് ഭ്രാന്താണ്, മുഴുത്ത വട്ടാണ് എന്ന് അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പറയും, നമ്മുടെ ഫ്രണ്ട്സ് പറയും, നമ്മുടെ വീട്ടുകാർ ചിലപ്പോൾ പറയും, ഇതെന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്, എല്ലായ്പ്പോഴും പഠനം മാത്രമേ ഉള്ളൂ. പറഞ്ഞോട്ടെ, നാളത്തെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഭ്രാന്തിയാകാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
പിന്നെ എന്നും പറയാറുള്ളത് പോലെ നിങ്ങളുടെ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കേവലം ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ കിച്ചണുകളിൽ ഈ പറയുന്ന കരിയും പുകയും കൊള്ളാൻ വേണ്ടി മാത്രമുള്ള ഒരു ജന്മമാണോ നിങ്ങളുടെ? അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഭർത്താവിനെ സമ്പാദിച്ച് ഭാര്യയായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ? അതല്ലെങ്കിൽ 2-3 കുട്ടികളെ പ്രസവിച്ചിട്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാകാൻ വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏട്ടൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു പെങ്ങളായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ജന്മമാണോ സ്ത്രീ ജന്മം? അതിനു വേണ്ടി മാത്രമുള്ളതാണോ? അതിനുവേണ്ടി MSW എടുത്ത് എന്തിനാ? അതിനുവേണ്ടി എന്തിനാ സൈക്കോളജി പഠിച്ചത്? നമ്മൾ പഠിച്ചത് നമുക്കൊരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലേക്ക് വെച്ചിട്ട് ആ ലക്ഷ്യം നേടാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പം അതുകൊണ്ട് ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുവാണ്. എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മൾ ഇന്നും ഈ പറയുന്ന രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുവാണ്. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാൻ മറന്നു പോകരുത്. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇന്ന് എടുക്കുന്ന ക്ലാസ് അല്ലെങ്കിൽ ഇന്നെടുത്ത ഈ നമ്മുടെ ഈ ഇൻട്രൊഡക്ഷൻ എന്തായാലും അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അത് അവൈലബിൾ ആക്കും. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ആപ്പിലാണ് അത് ലഭ്യമാകുന്ന. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇനി ഗ്രൂപ്പിൽ എന്തായാലും വരും. പിന്നെ ക്ലാസ്സുകളുള്ള ടൈം കൃത്യമായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഉണ്ടാകും. പിന്നെ ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ ഇടക്കിട്ടോ അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്യാതെ പോകുന്ന ഒരു പരിപാടിയൊന്നും ഈ അജണ്ടയിലില്ല. നമ്മൾ കൃത്യമായിട്ട് അത് നമ്മുടെ ഇപ്പോൾ പഴയ കുട്ടികളിലുണ്ട്, അവരോട് ചോദിച്ചാലും അറിയാം. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളത് മുന്നോട്ട് പോകും. ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചിട്ടേ നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളതും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇത് എൻ്റെയും നിങ്ങളുടെയും മാത്രം ലക്ഷ്യമല്ല, നമ്മുടെ കൂട്ടായ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സർവ്വശക്തി എൻ്റെ കയ്യിലും കുറച്ചുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ഒരു പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും തളരാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ശീലങ്ങളെ നല്ല വെളിച്ചമുള്ള ശീലങ്ങളാക്കി മാറ്റിക്കൊണ്ട്, വെളിച്ചമുള്ളതും ഊർജ്ജസ്വലമായിട്ടുള്ളതുമായുള്ള ശീലങ്ങളാക്കി വളർത്തിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ വേളയിൽ പ്രാർത്ഥിക്കുവാണ്. അതുപോലെ തന്നെ ഏതൊരു പ്രയാണം ആരംഭിക്കുമ്പോഴും നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി വേണം അത് ആരംഭിക്കാനായിട്ട്. നമ്മുടെ ഒരു യാത്ര എന്ന് പറയുന്നത് ഇത് ഇന്നത്തേക്കും നാളത്തേക്കും വേണ്ടിയിട്ടുള്ളൊരു യാത്രയല്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ഇതൊരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ നിറവേറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാലങ്ങളോളം, ചിലപ്പോൾ നമുക്ക് മാസങ്ങളോളം നമുക്ക് ഇതിൽ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ഈ സഞ്ചാരത്തിൽ നമുക്ക് ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല, ഒരു ട്രാഫിക് ബ്ലോക്കും ഉണ്ടാകാൻ പാടില്ല, കുഴഞ്ഞു വീഴൽ ഉണ്ടാകാൻ പാടില്ല, കരഞ്ഞ് തീരലുണ്ടാകാൻ പാടില്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്താനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ അതിന് കഴിയട്ടെ എന്ന് ഞാൻ അതും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ്റെ നാമത്തിൽ നമുക്ക് എന്തായാലും ഈ ക്ലാസ്സിന് ഹരിശ്രീ കുറിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കാനും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച വചനങ്ങൾ ഉപയോഗപ്പെടുത്തി ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും സർവശക്തനായ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നമ്മുടെ ആദ്യത്തെ ക്ലാസ് ഇന്ന് ഈ നിമിഷം ഇവിടെ സമാരംഭിക്കുവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് സമയം വൈകിയത് കൊണ്ട് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ക്ലാസ് എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് പിരിയാം. പിന്നെ അടുത്ത ക്ലാസ് എന്തായാലും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടാമെന്ന് ഓർമ്മപ്പെടുത്തുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ CDPOയ്ക്ക് 4 സബ്ജക്റ്റുകളാണ് ഉള്ളത്. സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഹോം സയൻസ്, അതേപോലെ സോഷ്യോളജി. അപ്പോൾ അതിൽ സോഷ്യൽ വർക്ക് വിഭാഗത്തിൽ വരുന്ന കേരള സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. KSS
ഈ സ്കീമുകൾ ഒക്കെ നമ്മൾ ആദ്യം എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതൊക്കെ കുറേ കൺഫ്യൂഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറേയൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ ഉള്ള സമയം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ സ്കീമുകൾ, അപ്പോൾ ആദ്യം തന്നെ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. അത് സെറ്റപ്പ് ഓൺ 14th October 2008 എന്നാ വന്നത് 14 ഒക്ടോബർ 2008 KSSM വരുന്നത്. അപ്പൊ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വരുന്നത് എന്നാണ് 14/10/2008 വരുന്നത്. ദ മിഷൻ ഈസ് രജിസ്റ്റേർഡ് ആസ് എ ചാരിറ്റബിൾ സൊസൈറ്റി. ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുവാണ്. ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റേർഡ് ആസ് എ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുവാണ്. ഇതിന്റെ ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രത്താണ്. അപ്പൊ ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രം. അപ്പൊ തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസ് ഉള്ള ഈ പറയുന്ന കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 14/10/2008 രൂപീകൃതമായത്. ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് അണ്ടർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് KSSM വരുന്നത്. എന്താ ഇവരുടെ ഡ്യൂട്ടി എന്ന് നമുക്ക് നോക്കാം. It has a mission to extend service and support to the poor people, destitute, aged, children, women, chronically ill, cancer patients and other weaker sections of the population. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? To extend service and support. സർവീസ് ആൻഡ് സേവനങ്ങളും സപ്പോർട്ടുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കാണ് സേവനങ്ങളും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്? പുവർ പീപ്പിൾ, പാവപ്പെട്ടവർക്ക്, ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവർക്ക്, അവശരായിട്ടുള്ള ആളുകൾക്ക്, ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ചിൽഡ്രൻ കുട്ടികൾക്ക്, വുമണ്, അതേപോലെ ക്രോണിക്കലി ഇൽ ക്യാൻസർ പേഷ്യൻസിന്, അതേപോലെ മറ്റു വീക്കർ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ. നമ്മുടെ പോപ്പുലേഷനിലെ അവശരായിട്ടുള്ള വീക്കർ സെക്ഷനിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ദരിദ്രരിലേക്ക്, അതേപോലെ അവശരായിട്ടുള്ള ആളുകളിലേക്ക്, പ്രായമായിട്ടുള്ളവരിലേക്ക്, കുട്ടികളിലേക്ക്, അതേപോലെ സ്ത്രീകളിലേക്ക്, ക്യാൻസർ പേഷ്യന്റിലേക്ക് ഒക്കെ സഹായങ്ങൾ എത്തിക്കുക, അവർക്ക് സർവീസ് ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറില് തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസായിട്ട് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷനിൽ രൂപീകൃതമായത് 14/10/2008 രൂപീകൃതമായിട്ടുള്ള സംഭവമാണ് KSSM എന്ന് പറയുന്ന കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറയുന്നത്. The governing body of the KSSM consists of the Minister for Social Justice as a chairman. അപ്പൊ ഇതിന്റെ ഗവേണിംഗ് ബോഡി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ ആണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആരാണ്? ഡോക്ടർ ആർ ബിന്ദു ആണ് ഇപ്പോഴത്തെ അതിന്റെ ചെയർമാൻ. അപ്പൊ ഇതിന്റെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ ചെയർമാൻ ആയിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡിയാണ് ഉള്ളത്. അതേപോലെ ഇതിന്റെ വൈസ് ചെയർമാൻ ആയിട്ട് വരുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടു ദി ഗവൺമെന്റ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ടു ദി ഗവൺമെന്റ് ആണ് ഇതിന്റെ വൈസ് ചെയർമാൻ. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അതിന്റെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് KSSM-ന്റെ. The Kerala government provided an amount of ₹65 crores as a corpus fund for the activities of this mission. അപ്പൊ ഈ മിഷന് വേണ്ടിയിട്ട് ഏകദേശം 65 കോടി രൂപ കോർപ്പസ് ഫണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ സംസ്ഥാനം വകമാറ്റിയിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? 65 crores ആണ് ഒരു കോർപ്പസ് ഫണ്ട് എന്നുള്ള രീതിയിൽ കേരള സംസ്ഥാനം ഈ പദ്ധതിക്കായിട്ട് വകയിരുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോ ഈ
നമ്മളുടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത സംഭവമാണ്. അതിന്റെ ഗവേണിംഗ് ബോഡിയിൽ ആരാ വരുന്നേ? നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്റ്റർ, അതായത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ ആണ് അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. ഇപ്പോഴത്തെ ഡോക്ടർ അരബിന്ദു ആണ്. ഇനി അതിന്റെ വൈസ് ചെയർമാൻ ആയിട്ട് വരുന്നത് ആരാണ്? അതിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടു ദ ഗവൺമെന്റ്, അതും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇതാണ് ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. പാവപ്പെട്ടവർക്ക്, അവശത അനുഭവിക്കുന്ന ക്രോണിക്കലി ഇൽ പേഴ്സൺ, അങ്ങനെയുള്ളവർക്കെല്ലാം സർവീസ് ആൻഡ് സപ്പോർട്ടാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. KSSM ഐഡന്റിഫൈസ്, undertakes, implements social security project for the weaker sections. അപ്പോൾ ഈ KSSM ഐഡന്റിഫൈ ചെയ്യുന്നു, അതേപോലെ അണ്ടർടേക്ക് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു ആ സോഷ്യൽ സെക്യൂരിറ്റി പ്രോജക്ട് ഫോർ ദ വീക്കർ സെക്ഷൻ. അപ്പോൾ വേറൊരു ഇതെന്താണ്? ഈ ഇത്തരത്തിലുള്ള ഈ വീക്കർ സെക്ഷനിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഐഡന്റിഫിക്കേഷൻ, ഓരോ പോയിന്റുകളും കുറിച്ചെടുക്കണം. വേണ്ടാത്ത ഒരു കാര്യവും പറയുന്നില്ല, എല്ലാം വേണ്ടതാണ്. അതായത് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ളത്, അസേർഷൻ രൂപത്തിലുള്ളത്, ഡയറക്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയൊക്കെ കടന്നു വരാം. അപ്പൊ നമ്മൾ ഒരു ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും പുറകിൽ പിന്നാമ്പുറത്ത് പോയിരുന്ന കഥകളി കണ്ടിട്ട് യാതൊരുവിധ കാര്യമില്ല. നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലെത്തണം. അങ്ങനെയാണെങ്കിൽ വളരെ വിശദമായിട്ട് പഠിച്ചാലാണ് അതുകൊണ്ടുള്ള ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമുക്ക് ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനുകൾ വരും. മനസ്സിലായി? താഴെ കൊടുത്തിരിക്കുന്ന KSSM-നെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? KSSM ഫോം ചെയ്തിരിക്കുന്നു 14/10/2008 ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വിചാരിക്കും. അതേപോലെ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ആസ് എ ചാരിറ്റബിൾ സൊസൈറ്റി ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ്. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ട് 14/10/2008 രൂപീകൃതമായതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇറ്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഐഡന്റിഫൈ, എന്താ ഐഡന്റിഫൈ? അണ്ടർടേക്ക് ദ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നു. സോഷ്യൽ സെക്യൂരിറ്റി പ്രോജക്റ്റ്, സോഷ്യൽ സെക്യൂരിറ്റി പ്രോജക്റ്റുകൾ ആർക്കു വേണ്ടി? വീക്കർ സെക്ഷൻസ്, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ട് പല സോഷ്യൽ സെക്യൂരിറ്റി പ്രോജക്റ്റുകൾ, അവരുടെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു, പല സ്കീമുകളും ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതേപോലെ പല കാര്യങ്ങളിലും അണ്ടർടേക്ക് ചെയ്യുന്നു. ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്? KSSM-ന്റെ ഡ്യൂട്ടിയാണ്, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. അതേപോലെ ദ KSSM facilitate for the centralized food processing and food supplementation to poor patients undergoing treatment in government hospitals and rehabilitate patients discharged from the hospitals who have nowhere to go. നോട്ട് ചെയ്യുക, എന്താ പറയുന്നത്? KSSM create facilities for centralized food processing, centralized food processing, സെൻട്രലൈസ്ഡ് ഫുഡ് പ്രോസസിംഗ്, അതേപോലെ തന്നെ ആൻഡ് ഫുഡ് സപ്ലിമെന്റേഷൻ, സെൻട്രലൈസ്ഡ് ഫുഡ് പ്രോസസിംഗ് ആൻഡ് ഫുഡ് സപ്ലിമെന്റേഷൻ ആർക്കാണ്? പേഴ്സൺ ക്രിയേറ്റ് ഫെസിലിറ്റീസ് ഫോർ സെൻട്രലൈസ്ഡ് ഫുഡ് പ്രോസസിംഗ് ആൻഡ് ഫുഡ് സപ്ലിമെന്റേഷൻ ടു ആർക്ക്? പുവർ പേഷ്യൻസ്, പാവപ്പെട്ട രോഗികൾക്ക്. അണ്ടർഗോയിങ് ട്രീറ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സംസ്ഥാന ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റിന് വിധേയരാകുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഫുഡ് പ്രോസസിംഗ് ആൻഡ് ഫുഡ് സപ്ലിമെന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റികൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് KSSM-ന്റെ ഒരു ഡ്യൂട്ടിയാണ്. ട്രീറ്റ്മെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആൻഡ് റീഹാബിലിറ്റേറ്റ് ദ പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ, അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഈ രോഗികളെ പുനരധിവസിപ്പിക്കുക, റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ഹു ഹാവ് നോവർ ടു ഗോ, പോകാനിടമില്ലാത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ആളുകളുടെ റീഹാബിലിറ്റേഷൻ ഉറപ്പുവരുത്തുന്നു. അപ്പൊ ഇത് ചോദിച്ച ചോദ്യമാണ്, മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ CDPO-യുടെ അല്ല, നമ്മുടെ കേരള PSC-യുടെ വേറൊരു എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. അതായത് KSSM-ന്റെ ഡ്യൂട്ടിയിൽ പെടുന്നതേത് പെടാത്തതേത് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അത് ചെയ്തുകൊണ്ടുവന്ന കുട്ടികൾ ഈ ഫുഡ് പ്രോസസ്സിങ് ആൻഡ് ഫുഡ് സപ്ലിമെന്റേഷൻ എന്നുള്ളത് അവരുടെ പരിപാടിയല്ല എന്നുള്ള രീതിയിൽ എഴുതി കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഫുഡ് പ്രോസസ്സിങ് ആൻഡ് ഫുഡ് സപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് വീക്കർ സെക്ഷനിലുള്ള പാവപ്പെട്ട പുവർ പേഷ്യൻസിന് ഈ പറയുന്ന സഹായങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് KSSMന്റെ ഒരു ഡ്യൂട്ടിയാണ്. മായാതെ മറയാതിരിക്കട്ടെ. അപ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ഫുഡ് സപ്ലിമെന്റേഷൻ അതിനുള്ള ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആർക്ക്? പുവറായിട്ടുള്ള പേഷ്യൻസിന് അണ്ടർഗോയിങ് ട്രീറ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വിധേയരാകുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ഫുഡ് സപ്ലിമെന്റേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് KSSMന്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ അത് മാത്രമാണോ? റീഹാബിലിറ്റേഷൻ. അത്തരത്തിലുള്ള രോഗികളുടെ റീഹാബിലിറ്റേഷൻ, അവർക്ക് പോകാൻ ഇടമില്ലാത്തവർക്ക് അവരുടെ പുനരധിവാസവും ഉറപ്പുവരുത്തുന്നു. ഓക്കെ, അടുത്തത് to make our society a balanced one. Health status of the poor should be addressed, and Social Security Mission draws up programs for improving health status by providing nutrition standards food to the poor. അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക. ബാലൻസ്ഡ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക. അതായത് സമൂഹത്തിൽ എല്ലാവർക്കും എങ്ങനെയുള്ള ഒരു ബാലൻസ്ഡ് സൊസൈറ്റിയാണ്? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, അതായത് എല്ലാവർക്കും ഒരേപോലെ ആ ന്യൂട്രീഷൻ എല്ലാവർക്കും ലഭ്യമാകണം, ആർക്കും ഒരു പോഷകാഹാരക്കുറവ് ഉണ്ടാകരുത് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക. ഹെൽത്ത് സ്റ്റേറ്റസ് ഓഫ് ദ പുവർ ഷുഡ് ബി അഡ്രസ്ഡ്. ആ പാവപ്പെട്ടവരുടെ ആരോഗ്യ സ്റ്റേറ്റസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഡ്രോസ് അപ്പ് പ്രോഗ്രാംസ്, പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നു ഫോർ ഇംപ്രൂവിങ് ദ ഹെൽത്ത് സ്റ്റേറ്റസ്. അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, പാവപ്പെട്ടവരുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുക. എങ്ങനെ? ബൈ പ്രൊവൈഡിങ് ന്യൂട്രീഷ്യസ് സ്റ്റാൻഡേർഡ് ഫുഡ് ടു ദി പുവർ. ന്യൂട്രീഷ്യസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുഡ് ഈ പാവപ്പെട്ടവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ട്. Then KSSM is deeply dedicated to differently abled person, destitute and those who demand care and deserve protection in our society. അതേപോലെ KSSM deeply dedicated to differently abled person, അതേപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള വ്യക്തികൾ, ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സൺ, അതേപോലെ തന്നെ നമ്മളുടെ ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ആളുകൾക്ക്, അതേപോലെ അവരെല്ലാം ഡിമാൻഡ് കെയർ ആൻഡ് ഡിസേർവ് പ്രൊട്ടക്ഷൻ ഇൻ അവർ സൊസൈറ്റി. അതായത് സമൂഹത്തിൽ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ആളുകൾക്ക് കെയർ ഡിമാൻഡ് ചെയ്യുന്നു, അതേപോലെ അവർക്ക് പ്രൊട്ടക്ഷൻ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അപ്പൊ അതിലൊക്കെ KSSM ഈസ് ഡീപ്ലി ഡെഡിക്കേറ്റഡ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് KSSMനെ പറ്റി പറഞ്ഞത്? KSSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എയിം, മിഷനുകൾ, അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആലുവ ശിവരാത്രി മണപ്പുറത്തിരിക്കുന്നത് പോലെ നിങ്ങൾ ആരും ഇരിക്കരുത്. ഇതെല്ലാം കുറിച്ചെടുക്കണം. ഇത് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് വരുമ്പോൾ അത് വീണ്ടും കുറിച്ചെടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ KSSMന്റെ പ്രവർത്തനങ്ങൾ, അപ്പോൾ KSSM എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് KSSMൽ അത് രൂപീകൃതമായത് KSSM 14 ഒക്ടോബർ 2008 KSSM രൂപീകൃതമാകുന്നത്. ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ കൂടെ അവിടെ ഇരുന്നൊന്ന് പറഞ്ഞു നോക്ക്. 14 ഒക്ടോബർ 2008 രൂപീകൃതമാകുന്നു. ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അപ്പൊ അതിൽ ഈ പറയുന്ന രീതിയിൽ അതിന്റെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരമാണ്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ ഇതിൽ എന്താണ്, ഇതിനൊരു ഗവേണിംഗ് ബോഡി ഉണ്ടല്ലേ. ആ ഗവേണിംഗ് ബോഡിയുടെ ചെയർപേഴ്സൺ ആരാണ് ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ ആരുടെങ്കിലും ഒക്കെ സൗണ്ട് ഒന്ന് കേൾക്കട്ടെ. ചെയർപേഴ്സൺ ആരാ ഗവേണിംഗ് ബോഡിയുടെ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ? കേൾക്കുന്നുണ്ടോ ഒന്ന് പറഞ്ഞേ. ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ ആണ് അതിന്റെ ചെയർമാനായിട്ട് വരുന്നത്. അതിന്റെ വൈസ് ചെയർമാൻ ആരാണ്? പറയേ, ആരാ വൈസ് ചെയർമാനായിട്ട് വരുന്നേ? വൈസ് ചെയർമാൻ ആരാ? അഡീഷണൽ ചീഫ് സെക്രട്ടറി. അതും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്. അപ്പൊ ഇവരടങ്ങുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണ് ഈ KSSMനുള്ളത്. മനസ്സിലായി? ഇപ്പോഴത്തെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ചോദിച്ചാൽ ആരാണ്?
വൈസ് ചെയർമാൻ അല്ല, ചെയർമാൻ ഇപ്പോഴത്തത് ആരാണ്? ഡോക്ടർ ആർ ബിന്ദുവാണ് ഇപ്പോഴത്തെ അതിന്റെ മിനിസ്റ്റർ. അപ്പൊ ആ മിനിസ്റ്ററാണ് അതിന്റെ ചെയർമാനായിട്ട് വരുന്നത്. ഇനി ഇവരുടെ ഒരു ലക്ഷ്യം എന്താണ്? ഇവരുടെ കുറെ ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ സർവീസ് കൊടുക്കുക. ആർക്കാണ് ഈ സർവീസ് കൊടുക്കുന്നത്? പാവപ്പെട്ടവർക്ക്, ഡെസ്റ്റിറ്റ്യൂട്ട്സിന്, കുട്ടികൾക്ക്, ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, വുമണ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള വീക്കർ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷന് സർവീസ് ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് പല പ്രോജക്റ്റുകൾ, പല പ്രോഗ്രാമുകൾ ഇനിഷ്യേറ്റീവ് എടുത്ത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറുള്ള പല സ്കീമുകളും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വേറൊരു ഡ്യൂട്ടി നമ്മൾ പഠിച്ചു. അതാണ് പഠിച്ചത് എന്താ? ഫുഡ് പ്രോസസ്സിംഗ്, സെൻട്രലൈസ്ഡ് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ഫുഡ് സപ്ലിമെന്റേഷൻ. എന്താണ്? അതായത് ഈ പറയുന്ന സർക്കാർ ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസിന് എന്ത് ചെയ്യുക? അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് facilities for centralized facilities for food processing and food supplementation to poor patients. അവരെവിടെയാണ് ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റിന് വിധേയരായവർ. അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ, ഈ ടേമുകളൊക്കെ ഓർത്തു വെക്കുക. അവരുടെ പുനരധിവാസം, അവർക്ക് എങ്ങും പോകാനിടയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പുനരധിവാസം ഉറപ്പ് വരുത്തുക, അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇവര് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നു. അതേപോലെ പല പല പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അണ്ടർടേക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഈ KSSMന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ്. പിന്നെ എന്താ പറഞ്ഞത്? ഒരു സൊസൈറ്റിയെ ഒരു ബാലൻസ്ഡ് സൊസൈറ്റി ആയിട്ട് വളർത്തുക എന്നുള്ളതാണ്. ബാലൻസ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ആരോഗ്യ മേഖലകളിൽ എല്ലാവരും തുല്യരായിട്ട് വരുന്നു. ഒരു മാൽന്യൂട്രീഷൻ ഫ്രീ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് യഥാർത്ഥ അളവിൽ പാവപ്പെട്ടവരുടെ ഹെൽത്ത് സ്റ്റേറ്റസ് ഉയർത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ന്യൂട്രീഷ്യസ് ഫുഡ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഏകദേശം 65 കോടി ഒരു കോർപ്പസ് ഫണ്ടാണ് ഈ KSSMന്റെ പദ്ധതികൾക്കായി എന്ത് ചെയ്തിരിക്കുന്നത്? വിലയിരുത്തിയിരിക്കുന്നത് എന്നുള്ളതും ഓർത്തു വെക്കുക. അപ്പൊ എന്തായാലും സമയം വൈകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ലേ, അപ്പോൾ അവിടെ അങ്ങ് നിൽക്കട്ടെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ അങ്ങ് പഠിച്ചു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്ത ക്ലാസ്സിൽ വല്ല സ്പീഡ് കൂടുകയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ കുട്ടികളെ? അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പറയണം. കാരണം പുതിയ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം ഇത് നമ്മുടെ പ്രസ്ഥാനമാണ്. ഇത് ഞാനൊരു യുനാനിമസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ സ്വേച്ഛാധിപതിയായിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയല്ല, നിങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ക്ലാസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയുക. പറയുമ്പോഴാണ് നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. സ്പീഡ് കൂടുതലാണോ കുട്ടികളെ? ഒന്ന് പറഞ്ഞേ, സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകും. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ അവസാനിപ്പിക്കാം. എങ്ങനെയായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും. ഇത് സോഷ്യൽ വർക്കിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഈ ആഴ്ചയിൽ 3 ക്ലാസ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ വേണം. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പോയാൽ എവിടെയെങ്കിലും നമുക്ക് തകർച്ച പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് പോരാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അത് കൃത്യമായിട്ട് അടക്കി പണിയുമ്പോൾ ആ ബിൽഡിംഗ് തകരാതെ നിൽക്കും. അതേസമയം നമ്മൾ അതിനിടയ്ക്ക് ഒരു ബ്രിക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതെല്ലാം കൂടി തകർന്ന് താഴേക്ക് വീഴും എന്ന് പറയുന്ന പോലെയാണ് ഞാനീ പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ കൃത്യമായിട്ട്, അതിനാണ് നിങ്ങൾ ആ പ്രതിജ്ഞ എടുക്കണമെന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ലക്ഷ്യമാണ്. നിങ്ങൾ വീടുകളിൽ ഇന്ന് തന്നെ എല്ലാവരും പറയുക. വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അച്ഛനോട് അമ്മയോട് പറയുക, എന്നെ എന്തായാലും ഈ കുറച്ചു കാലം ഒരു യാത്രയിലാണ്, എനിക്ക് 3 ദിവസം എങ്ങനെയായാലും ക്ലാസ് കേൾക്കണം. അത് ഞാൻ കേട്ട് ആ സമയത്ത് ഞാൻ ക്ലാസ്സിൽ കൂടും. അതുകൊണ്ട് എനിക്കത് നോട്ടൊക്കെ എഴുതിയെടുക്കാനുള്ളതാണ്. പിന്നെ ഞാൻ എന്തായാലും ഇനി ഇത് പഠിച്ച് ലക്ഷ്യം നേടിയെടുക്കാൻ പോവുകയാണ്, അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുവാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോകണം.
അപ്പോൾ ആ ബ്രിക്ക് വീഴാത്ത രീതിയിൽ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കേട്ട് നോട്ട് എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അല്ലാതെ ഇത് ഒരു ദിവസത്തേക്ക് ഒരാഴ്ച നിങ്ങൾ നന്നായിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്, ശീലം നന്നാക്കണം. അപ്പോൾ നമ്മൾ എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ക്ലാസ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. അതും നിർബന്ധമായിട്ടും, വീണ്ടും വീണ്ടും പറയുന്നത്, നിർബന്ധമായിട്ട് അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രമാത്രം നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് ഇനി നമ്മുടെ മുമ്പിൽ തകർച്ചയില്ല, വളർച്ചകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഒറ്റക്കല്ല, നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി എന്തായാലും നമ്മൾ മുടക്കിയ പൈസ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്നും പ്രാർത്ഥിക്കാറുള്ളത് പോലെ നമുക്ക് ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം സർവശക്തനായ തമ്പുരാൻ മാറ്റി എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സൗഖ്യവും എല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ, താങ്ക് യു സർ.